ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭർത്താക്കന്മാർക്ക് എന്താ കൊമ്പുണ്ടോ, അവർക്കെന്താ ജോലി ചെയ്താലെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞായിരുന്നു കേട്ടോ. ശരിയാ ശ്രീകുട്ടി, സത്യ ശ്രീകുട്ടി, ശ്രീകുട്ടി പറഞ്ഞാൽ കാര്യമുണ്ട് ശ്രീകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഏട്ടൻ്റെ ഷർട്ട് അയൺ ചെയ്യാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഏട്ടനും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ എന്തോ നമ്മുടെ മനസ്സ് കേൾക്കത്തില്ല. അയ്യോ പാവമല്ലേ, നമുക്കത് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരും. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്തിനാണ് അവരെ പറയുന്നത്? അവർക്ക് ഇതിനുള്ള ഒരു വഴി വെച്ച് കൊടുക്കുന്നത് നമ്മളല്ലേ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ അയൺ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഏട്ടൻ അയൺ ചെയ്തിടും, അല്ലെങ്കിൽ ഇത് പുറത്ത് കൊടുത്ത് അയൺ ചെയ്യിപ്പിക്കും. കൂടുതലും പുറത്ത് കൊടുത്താണ് അയൺ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഷർട്ട് ഇടാൻ നോക്കുമ്പോൾ അയൺ ചെയ്തിട്ടില്ലെങ്കിൽ തനിയെ എടുത്തിട്ട് അയൺ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏട്ടന് ഷൂട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം എനിക്ക് ജോലിയില്ല. ഏട്ടൻ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് ജോലി കൂടുതൽ. കഞ്ഞി വെക്കണം, കറി വെക്കണം, അത് വെക്കണം, ഇത് വെക്കണം, ജോലി കൂടുതൽ. അപ്പോൾ ഇതിപ്പോൾ ഏട്ടൻ വീട്ടിലില്ലാത്തത് കൊണ്ട് ജോലി വളരെ കുറവാണ്. അതുകൊണ്ട് എന്താ ഞാൻ കരുതി ചെയ്തേക്കാം, പാവമല്ലേ എന്നിങ്ങനെ കരുതി കേട്ടോ. അപ്പം ഞാൻ ചെയ്യാതെ ഇട്ടിരുന്നാലും ആൾ ചെയ്യും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളിതൊന്നും ചെയ്യാൻ പോവരുത്. പക്ഷെ മണ്ടികളായ നമ്മൾ ചെയ്തു കൊടുക്കും. എത്ര വേണ്ടാന്ന് വെച്ചാലും പാവമല്ലേ, ചെയ്ത് കൊടുക്കാമല്ലേ എന്ന് കരുതും. ഭക്ഷണം ഉണ്ടാക്കുന്നത് ശരി, നമുക്കൂടെ കഴിക്കാനല്ലേ എന്ന് കരുതാം. ഈ അവരുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെന്തിനാണ് നമ്മൾ പാവമാണെന്ന് കരുതുന്നത്? ഇങ്ങനെ പാവമാണെന്ന് കരുതി ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ നിങ്ങളിലും ഉണ്ടോ? ഞാനേ ഉറക്കം എണീറ്റ് വരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി കുറച്ച് ലേറ്റായിട്ട് കിടന്നാലും കുഴപ്പമില്ല, രാവിലെ എഴുന്നേൽക്കുന്നത് പയ്യെ എഴുന്നേൽക്കണം. ഏട്ടനാണെങ്കിൽ നേരം വെളുക്കും മുന്നേ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് ചായ ഇടെന്ന് പറഞ്ഞുകൊണ്ട് കുത്തി എഴുന്നേൽപ്പിക്കും കേട്ടോ. ഒരു ദിവസം എനിക്ക് എൻ്റെ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഞാനിനി ചായ ഇടത്തില്ല, ഏട്ടൻ വേണമെങ്കിൽ ചായ ഉണ്ടാക്കാൻ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എണീക്കാതിരുന്നപ്പോഴേക്കും ഏട്ടൻ ചായ ഉണ്ടാക്കാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇപ്പം എന്തുണ്ടായി? ആളിപ്പോൾ രാവിലെ എണീറ്റാലും എന്നെ ശല്യം ചെയ്യില്ല, ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് അത്യാവശ്യ കാര്യങ്ങളെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കാതിരിക്കുക. അപ്പോൾ അവർ തനിയെ അങ്ങ് പഠിച്ചോളും. പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ എൻ്റെ ഏട്ടൻ പറയുന്നത് എന്താണെന്നറിയോ? നീ ഇപ്പോൾ വച്ചില്ലേ, ഞാൻ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമെന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ കിട്ടാത്ത സാധനങ്ങളൊന്നും ഈ ലോകത്തില്ലല്ലോ. അതുകൊണ്ട് അവർ കുക്കിംഗ് പഠിക്കുമെന്ന് നമ്മളിപ്പോൾ കരുതുകയും വേണ്ട. കുക്കിംഗ് എന്നല്ല, ഇപ്പം എന്ത് കാര്യമാണെങ്കിലും പുറത്ത് കിട്ടാത്തതായിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മളൊക്കെ വേണമെന്ന് തന്നെ അവർക്കില്ല കേട്ടോ. എന്ത് കാര്യത്തിനും പുറത്ത് ചെന്ന് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ എല്ലാം സാധിച്ചു കൊടുക്കാനായിട്ട് ആൾക്കാരുണ്ടല്ലോ. നമുക്കിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ പറ്റൂ.